ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. അരയാൽ പ്രദക്ഷിണ ഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. പലർക്കും ഇതേക്കുറിച്ച് അറിയാമായിരിക്കാം. എന്നാൽ ഇതേക്കുറിച്ച് അറിയാത്തവർക്ക് അവരുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഹിന്ദുമത വിശ്വാസികൾ പവിത്രമായി കാണുന്ന ഒരു വൃക്ഷമാണ് അരയാൽ. നമ്മുടെ മിക്ക ക്ഷേത്രങ്ങൾക്ക് മുമ്പിലും ഒരു അരയാൽ വൃക്ഷമുണ്ടായിരിക്കും. അശോക ചക്രവർത്തി 1000 കുടം പനിനീർ കൊണ്ട് അരയാലിനെ അഭിഷേകം ചെയ്തതായി രേഖകളിൽ പറയുന്നു. ആലില കാറ്റിലനങ്ങുമ്പോഴുള്ള ശബ്ദം തന്നെ പ്രണവമന്ത്രത്തോട് സാമ്യമുള്ളതാണ് എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപായ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായതേ നമഃ. ഇതിൽ നിന്ന് തന്നെ അരയാലിൻ്റെ മഹത്വം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാകും. അരയാൽ സർവ്വദേവതാ സ്വരൂപിയാണ്. ഇനി അരയാൽ പ്രദക്ഷിണം കൊണ്ടുള്ള ഫലത്തെക്കുറിച്ച് പറയാം. സാധാരണയായി 7 തവണ പ്രദക്ഷിണം ചെയ്യണമെന്നാണ് വിധി. 3 തവണ പ്രദക്ഷിണം ചെയ്താൽ ഉദ്ദിഷ്ടകാര്യ ഫലസിദ്ധി ലഭിക്കും. കർമ്മങ്ങളിൽ ഉന്നത വിജയം കൈവരുന്നതിന് അരയാലിനെ 5 തവണ പ്രദക്ഷിണം ചെയ്യണം. ആരോഗ്യം, ആയുസ്, പുത്രലാഭം എന്നിവയ്ക്കും അതുപോലെ തന്നെ ശത്രുഭയം മാറുന്നതിനും മഹാപാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും 7 തവണ പ്രദക്ഷിണം ചെയ്യണം. ഉത്തമ സന്താന ഗുണം ലഭിക്കുന്നതിന് 9 തവണ അരയാലിനെ പ്രദക്ഷിണം നടത്തുന്നത് ഫലപ്രദമാണ്. ആയുസ് വർധനയ്ക്ക് 11 തവണ അരയാലിനെ പ്രദക്ഷിണം നടത്തണം. ധനാഭിവൃദ്ധിക്കായി 13 തവണ അരയാലിനെ പ്രദക്ഷിണം നടത്തണം. സുഖഭോഗങ്ങൾ ലഭിക്കാൻ അരയാലിനെ 15 തവണ പ്രദക്ഷിണം ചെയ്യണം. അരയാലിനെ 108 തവണ പ്രദക്ഷിണം വെച്ചാൽ അശ്വമേധയാഗം നടത്തിയാലുള്ള ഫലം ലഭിക്കുമെന്ന് പുരാണങ്ങളിൽ പറയുന്നു. അതുപോലെ തന്നെ കറുത്ത വാവ് ദിവസം അരയാലിനെ പ്രദക്ഷിണം ചെയ്താൽ സകല ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കും. രോഗശാന്തിക്കായി ഞായറാഴ്ച ദിവസം പ്രദക്ഷിണം ചെയ്യുന്നത് ഉത്തമമാണ്. തിങ്കളാഴ്ച പ്രദക്ഷിണം ചെയ്താൽ മംഗല്യഭാഗ്യം കൈവരും. ചൊവ്വാഴ്ച ദിവസം പ്രദക്ഷിണം ചെയ്താൽ സമസ്ത ജീവിത വിജയങ്ങളും കൈവരും. ബുധനാഴ്ച ദിവസം വ്യാപാരത്തിൽ ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അരയാലിനെ പ്രദക്ഷിണം ചെയ്താൽ വ്യാപാരത്തിൽ എല്ലാവിധ ഉന്നതിയും കൈവരും. വ്യാഴാഴ്ച ദിവസം അരയാലിനെ പ്രദക്ഷിണം ചെയ്താൽ വിദ്യയിൽ ഉന്നത വിജയം കൈവരും. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും വിദ്യാവിജയത്തിന് വേണ്ടി ചെയ്യുന്നത് ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും. വെള്ളിയാഴ്ച അരയാൽ പ്രദക്ഷിണം കൊണ്ട് സകലവിധ ഐശ്വര്യങ്ങളും കൈവരും. ശനിയാഴ്ച ദിവസം അരയാലിനെ പ്രദക്ഷിണം ചെയ്താൽ ദുഃഖങ്ങൾ ഇല്ലാതാകും. ഭക്തിപൂർവ്വം ഇങ്ങനെ 7 പ്രദക്ഷിണമാണ് ചെയ്യേണ്ടത്. സാത്വിക മനസ്സോടെ ഇങ്ങനെ 41 ദിവസം പ്രദക്ഷിണം ചെയ്താൽ ഫലമുറപ്പാണ്. അരയാൽ പ്രദക്ഷിണവും ഫലത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുമല്ലോ. പുതിയ ഒരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. ഓം ശ്രീ മഹാദേവേ നമഃ.